നമസ്കാരം. ഫോക്സ് വ്യൂ ന്യൂസിലേക്ക് സ്വാഗതം. 1989 മുതലുള്ള ശീലം ഇന്നും തുടരുന്നു. പാറൽ ഹുസൈൻ പാറൽ ഡയറി എഴുതുകയാണ്. 1989 തൻ്റെ അധ്യാപകനിൽ നിന്നു ലഭിച്ച പ്രചോദനമാണ് ഡയറി എഴുത്ത് അന്നു മുതൽ ഇന്ന് വരെ മുടക്കമില്ലാതെ എഴുതാൻ പ്രേരിപ്പിച്ചത്. പാറൽ വീട്ടിക്കാട് AMLP സ്കൂൾ അധ്യാപകനായ ഹുസൈൻ പാറൽ കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സിലെ ഡയറി കുറിപ്പുകൾ എന്ന അറബിക് പാഠഭാഗം എടുക്കുമ്പോൾ താൻ ഇതുവരെ എഴുതിയ മുഴുവൻ ഡയറികളും കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചാണ് ക്ലാസ് എടുത്തത്. മൊബൈൽ മാത്രം ഉപയോഗിച്ച് എഴുത്തും വായനയും ശീലിക്കുന്ന പുതുതലമുറക്ക് ഡയറി എഴുത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള ബോധവൽക്കരണത്തിന് ഒരു എളിയ ശ്രമം. ഡയറിയുടെ പശ്ചാത്തലത്തിൽ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികൾ കൗതുകത്തോടെയാണ് വീക്ഷിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതി വച്ച് പിന്നീടത് വായിക്കുമ്പോൾ നല്ല കൗതുകമായിരിക്കുമെന്നും ഞാൻ ഇത്രയധികം ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പിന്നീട് ഡയറിയുടെ പേജ് മറിച്ചു നോക്കുമ്പോൾ ആശ്ചര്യപ്പെടുമെന്ന സലഫിയ അറബിക് കോളേജ് അധ്യാപകൻ ഹദിയത്തുള്ള സലഫിയുടെ വാക്കുകളാണ് ഡയറി എഴുത്തിന് നിദാനമായത്. വലിയ ഡയറികളിൽ എഴുതാൻ തുടങ്ങി. പിന്നെ നമ്മുടെ എൻ്റെ പ്രസ്ഥാനമായിട്ടുള്ള KATFിൻ്റെ ദീർഘകാലം ഡയറി എഴുതി എൻ്റെ പ്രസ്ഥാനമായിട്ടുള്ള KATFിൻ്റെ ഡയറിയിലാണ്. അതിൽ കുറേ കാലം ഡയറി എഴുതിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് അധികം എഴുതിയത് KATFിൻ്റെ ഡയറിയാണ്. ഈ വർഷത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വർഷം MLA നേരിട്ട് സ്കൂളിലെത്തി ഡയറി തന്ന് ആ ഡയറിയിലാണ് ഇപ്പോൾ ഞാൻ ഈ വർഷത്തെ ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ബുക്ക്ലെറ്റുകളിലും ചെറിയ പോക്കറ്റ് ഡയറിയിലും എഴുതിയത് പിന്നീട് പേജ് തികയാതെ വന്നപ്പോൾ എഴുത്ത് വലിയ ഡയറിയിലാക്കി കമ്പനിയും ബാങ്കുകളും LICയും മറ്റുമായി ഡയറികൾ ധാരാളം കിട്ടി. എന്നാൽ തൻ്റെ സംഘടനയായ KATFിൻ്റെ ഡയറിയിലാണ് അധികവും എഴുതിയിട്ടുള്ളത്. ഇടയ്ക്ക് ബുക്ക് സ്റ്റാളുകളിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ച മുഴുവൻ പേജുള്ള ഡയറി വേണമെന്ന് കടക്കാരനോട് പറഞ്ഞപ്പോൾ പുറകിൽ നിന്നും ഒരു ശബ്ദം, മുഴുവൻ പേജുള്ളത് തന്നെ കൊടുക്ക്. അത് KAM സ്കൂൾ HM ഉണ്ണിമാഷുടേതായിരുന്നു. തീർത്ഥാടന യാത്രക്ക് വിദേശത്ത് പോയപ്പോഴും സർവീസ് ട്രെയിനിങ്ങുകൾക്കും മറ്റു യാത്രകൾക്കും ഡൽഹി, മാംഗ്ലൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയപ്പോൾ സന്തത സഹചാരിയായി ഡയറി കൂടെ ഉണ്ടായിരുന്നു. വായനയിലേക്കും എഴുത്തിലേക്കും തിരിച്ചു വരാനുള്ള സന്ദേശമാണ് ഇതിലൂടെ പൊതുസമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും നൽകാനുള്ളതെന്ന് ഹുസൈൻ പാറൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്സ് വ്യൂ.